ഒട്ടും ശബ്ദം എടുക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയിലാട്ടോ ഗൈസ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. വേറൊന്നുമല്ല ഗൈസ്, ഇതെന്റെ ലാമിനേറ്റിംഗ് വീഡിയോ ആണ്. ഞങ്ങൾക്ക് സെക്കൻഡ് ഇയർ ആയപ്പോട്ടോ ഗൈസ് ലാമിനേറ്റിംഗ് ഇരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ലാമിനേറ്റിംഗിന് കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ എണീറ്റിക്കാത്ത കാരണം കൊണ്ട് മാഗി ഉണ്ടാക്കി കഴിച്ചിട്ടാട്ടോ ഗൈസ് പോകുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് നേരത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ട്, കാര്യം നമുക്കിന്ന് നേരത്തെ പോകണമായിരുന്നു. അങ്ങനെ ഞാൻ ഫുള്ള് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ഒടുക്കത്തെ ചൂടാണ് ഗൈസ്, ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മളിത് ബസ്സിൽ കയറിയപ്പോഴത്തേക്ക് അതിനേക്കാ ചൂടി സ്റ്റീം ബാത്തിനെടുത്തൊരവസ്ഥയായിരുന്നു. അതിനകത്ത് കണ്ടില്ല ഗൈസ്, എല്ലാവരും ഇങ്ങനെ വീശിയൊക്കെ ഇരിക്കുകയാണ്. കാര്യം അതുപോലെ ചൂടാണ്. അങ്ങനെ ബസ് മൂവായി തുടങ്ങി. കാടും മേടും മലകളും ഒക്കെ തന്നിട്ട് ഞാൻ എൻ്റെ കോളേജിൽ എത്തിയിട്ടുണ്ട്. ഇതാട്ടോ ഗൈസ് എൻ്റെ കോളേജ്. ഇവിടെ വന്നപ്പോൾ കുറച്ച് നേരം നമുക്ക് പോസ്റ്റാണ്, കാര്യം 3:30 തുടങ്ങുന്ന പരിപാടി 4 മണിയായപ്പോഴും തുടങ്ങിയില്ല. ഇന്ന് എനിക്ക് ലാമിനേറ്റിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മളിത് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പരിപാടിക്ക് അങ്ങോട്ട് കയറി കേട്ടോ ഗൈസ്. നമ്മൾ പിന്നെ ഫുൾ ഓണായിരുന്നു, ഒന്നും പറയുന്നത് പിന്നെ തുള്ളലും ഡാൻസ് തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ചെണ്ടമേളം പരിപാടി ഉണ്ടായിരുന്നു. ഒരു രക്ഷയില്ല ഗൈസ്, നല്ല കിണ്ണം പരിപാടി ആയിരുന്നു. അതിനിപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കും. ഫുഡ് മുഖ്യം ബിഗിലാണല്ലോ നമുക്ക്. ഫുഡൊക്കെ കഴിച്ച് എനർജി ആയിട്ട് വന്നിട്ട് നമ്മളിത് വീണ്ടും നമ്മുടെ തുള്ളൽ റീസ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ തുള്ളി തുള്ളിയപ്പോഴാണ് നമുക്ക് പരിപാടി ഉള്ളതെന്ന് പറഞ്ഞത്. ഈ തുള്ളലിൻ്റെ പുറകെ ഒരു കഥയുണ്ട് കേസ്, വേറെ ഒന്നുമല്ല. അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറയാണ്, സമയമില്ല, നിങ്ങൾക്ക് കളിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ഹോസ്റ്റലിൽ പൊക്കോളാം. ഇതിപ്പരം അപമാനം വേറെ എന്തെങ്കിലും ഉണ്ടോ കേസ്. പിന്നെ അവസാനം കൈയും കാലും പിടിച്ച് കരഞ്ഞിട്ടാണ് ഞങ്ങൾ സ്റ്റേജിൽ കയറിയപ്പോഴോ ഉദ്ദേശിച്ചെന്ന് നമ്മുടെ സ്റ്റെപ്പ് എത്തിയില്ല, മര്യാദയ്ക്ക് കളിക്കാനും പറ്റില്ല. അവസാനം വീണ്ടും വിഷമമായിട്ട് ഞങ്ങൾ വേറെ വഴിയൊന്നുമില്ല, അതോടെ നേരെ ഹോസ്റ്റലിലേക്ക് പോകും.